എന്താ കുട്ടി കരയ? എന്താ അച്ഛാ പറഞ്ഞോളൂ. ഭയപ്പെടാനൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല, നിരീച്ചോളൂ. എന്റെ വയറ്റിൽ ഒരെണ്ണി പറഞ്ഞാൽ അടിയങ്ങള് പാവങ്ങളാ. സാരല്ല, കിട്ടുന്നവർ ഇന്നു മുതൽ മനക്കിലെ സ്ഥിരം കാര്യസ്ഥം തന്നെയാ. എന്ന് വെച്ച് അടിയന്റെ വഴിയുണ്ട്. 20 ഏക്കർ പറമ്പും 50 പറ നിലവും കരമൊഴിയായി പതിച്ചു തന്നു നിരീക്ഷണം. കൂടെ കൂടെ വന്നും പോയോണ്ടിരിക്കും, അത്ര തന്നെ. എല്ലാം അവിടുത്തെ ഇഷ്ടം. ആ, പൂജയ്ക്കുള്ള സമയമായിരിക്കുന്നു. എന്താ സമാധാനം ഐഡിയാണുണ്ടോ? എന്തുണ്ടായിന്ന് പറയൂ. എണ്ണത്തിലും വലുപ്പത്തിലും ഒട്ടും കുറവുള്ളവരല്ല ചോവന്മാർ. എണ്ണത്തിലേറെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അടിമത്തം വിലയ്ക്ക് വാങ്ങാനാ ഇഷ്ടം. അങ്ങ് ഈ നാട്ടിലെ ചോത്തികളെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ചോത്തിയുടെ മാററിഞ്ഞ് സവർണരുടെ മുമ്പിലിടാൻ ഞങ്ങളെ അനുവദിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി ഞങ്ങളുടെ മാറിടം കണ്ട് ആനന്ദിക്കാൻ സവർണരെ അനുവദിക്കുകയില്ല. ചോവത്തികൾക്ക് മാറി മറിക്കാനുള്ള അനുവാദം ഉണ്ടാക്കി തരാൻ വയ്യെങ്കിൽ പോയി മരിക്കേ. കറുമ്പി പൊയ്ക്കുള്ളൂ, എല്ലാത്തിനും നിവൃത്തി ഉണ്ടാക്കാം. എന്റെ അമ്മപെങ്ങന്മാരായ 7 സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെ പോരാടും. ആ അവകാശം നേടിയും ഞാൻ അടങ്ങിയിരിക്കൂ. ഞാൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കലാണെങ്കിൽ ഇന്ന് വൈകുന്നേരം കറുമ്പിയെ റൗക്കയിടിച്ച് ചന്തയിലെത്തും. ആരെങ്കിലും എതിർത്താൽ എതിർക്കുന്നവനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലട്ടെ. ഒന്നാന്തര ചുണ്ണാമ്പോളാടാ, ഇത് വാങ്ങിക്കൊണ്ട് പോണ അയാൾക്ക്. അതിന് 4 പേരാവടാ. നല്ല ഒന്നാന്തര മറ്റുന്ന ശനം ശരീരമല്ല കണക്കിന്റെ 6 പേരെ ഇത് വാങ്ങിക്കൊണ്ട് പോടാ. ആരുണ്ട് ഞങ്ങളെ എതിർക്കാൻ? ഇതുപോലെ നാളെ എല്ലാ സ്ത്രീകളും മാറി മറിച്ചിട്ട് വരും. അതൊന്ന് കാണണമല്ലോ. ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഇതാണ് അനുഭവം. ഊട്ടിച്ചോ.
1934 ആണ്ട് കർക്കിടക മാസം 1-ാം തീയതി ഉണ്ടായ തിരുവഴുത്തോളം വരാൻ തന്നാൽ ഇതവള് ചാനാട്ടികളുടെ പേരിൽ ശീലസംഗതിയെ കുറിച്ച് ഇതിനാൽ പ്രശ്നപ്പെടുത്തുന്നത് എന്തെന്നാൽ ക്രിസ്തുമസിൽ ചേർന്ന് ചാനാട്ടിലേക്ക് കുപ്പായിട്ട് മേൽജാതിയിലുള്ള സ്ത്രീകളെ പോലെ അല്ലാതെ മറ്റേത് നോക്കലെങ്കിലും മാറുപറ്റുന്നത് ചെയ്യുന്നതിന് വിരോധമില്ല എന്നുകൊണ്ട് കാലപ്പാട് പേര് അറിഞ്ഞുള്ളൂ എന്നാണ്. കിട്ടുവാരെ സംഗതി കുഴപ്പമില്ല തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാരില്ല, കാട്ടിൽ തള്ളി വയ്ക്കൂ. എന്ത് പൊന്നു വീഴണു നിനക്കെന്ത് പറ്റി? ചേട്ടാ, ഞാൻ ചീത്തയായി. എന്നെ ഒരു നിമിഷം മുമ്പേ കൊന്നേക്കോ. എനിക്കിനി ജീവിക്കണ്ട. ആരെങ്കിലും നിന്നെ ചലിച്ചത്? മനക്കിലെ ഉണ്ണിത്തിരുമേനിയും കാര്യസ്ഥൻ തമ്പ്രാക്കളും. എന്റെ പെങ്ങളത്തകത്ത് ദ്രോഹികളെ എടോ, എന്തായി? മാല മിക്കവാറും ഇപ്പൊ മരിച്ചു കാണും. നമ്മളാണ് ചെയ്തതെന്ന് ആരും അറിയില്ല. എന്തായാലും അബദ്ധായി. ഇനി ജീവിച്ചിരുന്ന എന്താ ചെയ്യാ? ഇല്ലെന്നേ, ധൈര്യമായിരുന്നോളി. ഹീനജാതിക്കാരിയായ പാവപ്പെട്ട എന്റെ പെങ്ങളുടെ പച്ചമാംസം കടിച്ചു കയറി വലിച്ചെറിഞ്ഞപ്പോ നിന്റെ കയറ്റോടല്ലോ പട്ടി. കൊല്ലം തന്നെയാണത്. അത് നോമല്ലാതെ നിരീക്ഷോളൂ. അസലായി. ഒരുപക്ഷെ ഉണ്ണിത്തിരുമേനി അത് ചെയ്തുവെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ എന്ന് കരുതിക്കൊള്ളുമല്ല. അമ്മ പെങ്ങുമ്പായുടെ ചാരിത്രി അടയോച്ചോ ഭാഗ്യം ഞാൻ പോയിട്ടാണ് മാറി. അല്ല, അശുദ്ധാവും. ക്ഷമിച്ചിരിക്കുന്നു.